ഏവർക്കും HSS ടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 2019 മാർച്ചിലെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരം ഏത് രീതിയിൽ എഴുതണമെന്ന്, അതായത് അതിന്റെ ഉത്തരങ്ങളും കൂടി ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ടും ഈ ചാനൽ HSS ടൈംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. 2019 മാർച്ചിലെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ ചോദ്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കറിയാം 2.5 മണിക്കൂറാണ് പരീക്ഷ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 80 മാർക്കിന്റെ ടോട്ടൽ 80 ആണ് നിങ്ങളുടെ സ്കോർ വരുന്നത്. ഇതൊക്കെ അറിയുന്ന കാര്യം. ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 1 to 7 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട 2 ടെക്നിക്കുകളുണ്ട്. ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്: എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. കൂടാതെ ഒരു ചോദ്യവും, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുക അതിന് ഫസ്റ്റ് ഉത്തരം എഴുതുക. കൂടാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഈ 2 ടെക്നിക്ക് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കൂടാതെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിക്കുക. ഇനിയിപ്പോൾ സേ പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഷോർട്ടേജ് വന്നുകൊണ്ടാണ് നിങ്ങൾ സേ പരീക്ഷ എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ വളരെ കൃത്യമായിട്ട് ഏത് ചോദ്യം ആ 15 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുക അത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുകയാണ് ആദ്യമായി. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പാർട്ട് എയിലേക്ക് പോവാം. ഒന്നാമത്തത് മുതൽ 1 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം: ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി in all his conversations with workers to foster team spirit. Identify the management principle which states that a manager should replace I with we in all his conversations with workers to foster team spirit. അതായത് ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിലെ മാനേജർ ഞാൻ എന്നുള്ളത് മാറ്റി നമ്മൾ എന്ന് ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ ഏതാണ്, ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാ? എസ്പിരിറ്റ്, ഡീകോപ്സ്, ഇനീഷ്യേറ്റീവ്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഏതാണ്? നിങ്ങൾക്കറിയാം അതിന്റെ ഉത്തരം എസ്പിരിറ്റ്, ഡീകോപ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആൻസർ കീ ആണ്. ഈ ആൻസർ ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു ആൻസർ കീ കൊടുക്കും. അതിന്റെ ബേസിലാണ് വാല്യൂഷൻ ഉണ്ടായിരിക്കുക. അതിൽ പാർട്ട് എയുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എസ്പിരിറ്റ്, ഡീകോപ്സ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈ ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെന്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. താഴെ പറയുന്നതിൽ നിന്നും എന്താണ്? നമുക്ക് അതിന്റെ മലയാളം വേണമെങ്കിൽ മലയാളം നോക്കാം. മലയാളം ഇതാണ്: വ്യത്യസ്ത കാര്യങ്ങൾ ക്രമമായി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യപ്പെടുന്ന പദ്ധതിയുടെ പേരെന്താണ്? വ്യത്യസ്ത കാര്യങ്ങൾ ക്രമമായി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വ്യത്യസ്ത കാര്യങ്ങൾ ക്രമമായി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യപ്പെടുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇംഗ്ലീഷിൽ എങ്ങനെയാണുള്ളത്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈ ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെന്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ദ ആൻസർ ഈസ് പ്രൊസീജിയർ. അതിന്റെ ഉത്തരം എന്താണ്? പ്രൊസീജിയർ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷണൽ, സംഘടനാപരമായ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പ്രോഫിറ്റ്, സർവൈവൽ, പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്, ഗ്രോത്ത്. ആൻസർ ഈസ് പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്. പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ് സോഷ്യൽ ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ്. ബാക്കി 3ഉം പ്രോഫിറ്റും സർവൈവലും ഗ്രോത്തും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ: ഗ്രേപ്പ് വൈൻ റെഫേഴ്സ് ടു. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചതാണ് ഡയറക്റ്റിംഗിനകത്ത്. ഗ്രേപ്പ് വൈൻ റെഫേഴ്സ് ടു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു പേരാണ്. അനദർ നെയിം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആൻസർ. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ.
നെക്സ്റ്റ് നെയിം ദ കൺട്രോളിംഗ് ടെക്നിക് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ്, അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ്. നെയിം ദ കൺട്രോളിംഗ് ടെക്നിക് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് only the significant deviation which go beyond the permissible limit should be brought to the notice of management. ഏതോ ഒരു കൺട്രോളിംഗ് ടെക്നിക്ക് പറയുന്നു, അതായത് ഒരു സിഗ്നിഫിക്കന്റ് ഒരുപാട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്നും ഒരുപാട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. മലയാളത്തിൽ നോക്കുക, അഞ്ചാമത്തെ ചോദ്യം. അനുവദനീയമായ കുറച്ചിലുകൾ കൂടുതലായി വരുന്ന കുറവുകൾ മാത്രമേ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന നിയന്ത്രണ വിദ്യയുടെ പേരാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. അഞ്ചാമത്തെ ആൻസർ നോക്കുക, കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഓർ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഓർ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ക്ലിയർ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം. എ കമ്പനി ഓഫേഴ്സ് 40% ഓഫ് എക്സ്ട്രാ ഷേവിംഗ് ക്രീം ഇൻ എ പാക്ക് ഓഫ് 100 grams. ഐഡന്റിഫൈ ദ സെയിൽസ് പ്രൊമോഷൻ ടൂൾ യൂസ്ഡ് ഹിയർ. ഒരു കമ്പനി ഒരു ഷേവിംഗ് ക്രീമിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 40% എക്സ്ട്രാ, 40% എക്സ്ട്രാ എന്നുള്ളൊരു പരസ്യം വെച്ചിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്നു. ഏത് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, ഏത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നതാണ് ചോദ്യം. ആൻസർ ഈസ് ക്വാണ്ടിറ്റി ഗിഫ്റ്റ് ഓർ പ്രീമിയം ഓഫർ. ആറാമത്തെ ഉത്തരം നോക്കുക, ക്വാണ്ടിറ്റി ഗിഫ്റ്റ് ഓർ പ്രീമിയം ഓഫർ. നെക്സ്റ്റ് ഏഴാമത്തെ പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ആറാമത്തെ ചോദ്യം ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. എന്താണ് ഇവിടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എലമെന്റ് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷന് പ്രധാനമായിട്ട് 4 എലമെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാ? അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി. അല്ലേ? അതിൽ സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ് ഓൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതർ ദാൻ ദ 3, അതർ ദാൻ അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പബ്ലിസിറ്റി. ഓക്കെ, അപ്പൊ അതിൽ പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കുക, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് കൊടുക്കുക, കോൺടെസ്റ്റുകൾ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ കോംബോ ഓഫർ കൊടുക്കുക, മണി റീഫണ്ട് ഓഫർ, ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ്. ക്ലിയർ. ഏഴാമത്തെ, എ കമ്പനി ഗെറ്റ്സ് അപ്ലിക്കേഷൻ വിത്തൗട്ട് ഡിക്ലയറിംഗ് എനി വേക്കൻസീസ്. ഹവർ ആസ് ആൻഡ് വെൻ വേക്കൻസി അറൈസസ് ദ കമ്പനി മേക്സ് യൂസ് ഓഫ് സച്ച് അപ്ലിക്കേഷൻ. നെയിം ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മെൻഷൻഡ് ഹിയർ. മലയാളത്തിലെ ചോദ്യം, മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു കമ്പനി ജോലി ഒഴിവുകൾ ഇല്ലാത്ത ജോലിക്കും വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നു. ജോലി ഒഴിവുകൾ വരുന്ന സമയത്ത് ആ അപേക്ഷകൾ പരിഗണിക്കുന്നു. ഈ റിക്രൂട്ട്മെന്റിന്റെ ഉറവിടത്തിന്റെ പേരെഴുതുക. 7th one, കാഷ്വൽ കോളേഴ്സ് ഓർ അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ്. കാഷ്വൽ കോളേഴ്സ് ഓർ അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ് എന്താണ്? കമ്പനി ജോലിക്ക് ആളൊന്നും വേണ്ട, പക്ഷെ അപേക്ഷ സ്വീകരിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ വിളിക്കുന്ന പേരാണ് കാഷ്വൽ കോളേഴ്സ് എന്ന്. കാഷ്വൽ കോളേഴ്സ്. ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് ബി ആണ്. ആൻസർ ക്വസ്റ്റ്യൻസ് 8, 9 ആഫ്റ്റർ ഒബ്സർവിംഗ് ഗിവൺ ഹിന്റ്. ഈച്ച് ക്യാരി 1 score. ആൻസർ ക്വസ്റ്റ്യൻ 8 and 9 എഴുതുക. എങ്ങനെ? ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ഹിന്റ് ഗിവൺ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഹിന്റ്, അതായത് കൊണ്ട് 8ാമത്തെയും 9ാമത്തെയും എഴുതുക. ഹിന്റ് നോക്കുക. ഡെലഗേഷൻ, ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഡീസെൻട്രലൈസേഷൻ ഡാഷ് ഇട്ടിട്ടുണ്ട്. ഈച്ച് ക്യാരി 1 score ആണ്, 1 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഒരു പാരഗ്രാഫ് ഒന്നും എഴുതാൻ പാടില്ല. 1 മാർക്കാണെങ്കിൽ മാക്സിമം 1 സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസ്, 1 സെന്റൻസ് തന്നെ മതി. ഡീസെൻട്രലൈസേഷന്റെ കൃത്യമായിട്ടുള്ള മീനിങ് എന്താണ്? ഡെലഗേഷൻ നമ്മൾ ഓർഗനൈസിംഗിൽ പഠിച്ച കാര്യമാണ്. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക. ഇത് ചോദിക്കാറുണ്ട് എല്ലാ വർഷവും. ഡെലഗേഷനും ഡീസെൻട്രലൈസേഷനും ചോദിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡെലഗേഷന്റെ മീനിങ് അവിടെ തന്നിട്ടുണ്ട്. ഇനി ഡീസെൻട്രലൈസേഷന്റെ ഉത്തരം നോക്കിക്കോ. സിസ്റ്റമാറ്റിക് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇൻ എൻ ഓർഗനൈസേഷൻ. ബ്രാക്കറ്റിനകത്ത് സെന്റൻസ് വിത്ത് സിമിലർ മീനിങ് മേ ബി ഗിവൺ സ്കോർ. അതായത് ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയുടെ മീനിങ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി നിങ്ങൾ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിളും പഠിച്ചതാണ്. ഡീസെൻട്രലൈസേഷൻ, ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ഓൾ ലെവൽസ്. അപ്പോ ഡെലഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഡെലഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് ആണ് ഡെലഗേഷൻ. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ ഡെലഗേഷൻ. ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? സുപ്പീരിയേഴ്സ് അല്ല, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് പവർ, തീരുമാനമെടുക്കാനുള്ള പവർ മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഗ്രാന്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഡീസെൻട്രലൈസേഷൻ. ക്ലിയർ. ഇനി 9ാമത്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡാഷ്. അപ്പൊ ഇത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ വിളിക്കുന്ന പേരെന്താ? വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അവിടെ നിങ്ങൾ ഒറ്റ പോയിന്റ് ചെയ്തിട്ടുണ്ട് 9ാമത്തതായിട്ട്.
വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ അതായതിന്റെ ഭാഗമായ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഫൈനാൻസ് ഫംഗ്ഷൻ 3 ഫൈനാൻസ് ഫംഗ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാ 3 ഫൈനാൻസ് ഫംഗ്ഷൻസ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, അതുപോലെ മറന്നുപോയി ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഭാഗമാണത്. ക്ലിയർ? നെക്സ്റ്റ് 10 മുതൽ 13 വരെയുള്ള ചോദ്യം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 10 to 13. 10 മുതൽ 13 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും എഴുതുക. ഈച്ച് ക്യാരീസ് 2 സ്കോർ, 2 മാർക്കാണുള്ളത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്ലാനിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പ്ലാനിങ്? മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ വെൻ ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ആക്ടിവിറ്റീസ് is known as planning. Okay, any financial planning means when the planning process is applied in the area of finance, it is known as financial planning. നമ്മൾ നോർമൽ പ്ലാനിങ്, മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ പ്ലാനിങ് എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ ഫൈനാൻസിന്റെ മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന്. അപ്പോൾ ഒരു 2 സെന്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും. 2 സെന്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം. 10ാമത്തെ ഉത്തരം നോക്കുക. ഫൈനാൻഷ്യൽ പ്ലാനിങ്, ബ്ലൂ പ്രിന്റ് ഓഫ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ എഴുതാം. മേക്ക് ഷുവർ ദാറ്റ് sufficient funds are available as and when needed and ensure no surplus fund is kept idle. സെന്റൻസ് വിത്ത് സിമിലർ മീനിങ് മേ ബി ഗിവൺ സ്കോർ. അതായത് ഒരു കമ്പനിയിലെ ഫൈനാൻസുമായി, പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. കമ്പനിക്ക് ആവശ്യമുള്ള പണം ആവശ്യമുള്ള സമയത്ത് ഉറപ്പാക്കുന്നതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ലക്ഷ്യം. ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഈ ബിസിനസ് എൻവയോൺമെന്റിനകത്ത് എപ്പോഴും ചോദിക്കുന്നത് കുറച്ച് ഐറ്റംസ് തന്നിട്ട് അത് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുറെ എലമെന്റുകൾ തന്നിട്ട് അത് ഏത് എൻവയോൺമെന്റിൽ വരും എന്ന് അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ചോദിക്കാറുണ്ട്. ഓക്കെ, അതുമല്ലെങ്കിൽ നമ്മുടെ ആ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡയമെൻഷൻസിന്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിൽ ലിറ്ററസി റേറ്റ് ഏതിന്റെ ഭാഗമാണ്, പബ്ലിക് ഡെപ്റ്റ് ഏതിന്റെ ഭാഗമാണ്, റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഏതിന്റെ ഭാഗമാണ്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. ഒന്നാമത്തെ നോക്കാം, ആൻസർ നോക്കാം നമുക്ക്. 11ാമത്തെ, ലിറ്ററസി റേറ്റ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ്. ഇറ്റ്സ് എൻ എലമെന്റ് ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ്. പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം, ഇക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതും ഇക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഈ 11ാമത്തിന് നോക്കുക, 4 into half ആണ്. ഒരു പോയിന്റ് ശരിയാക്കി കഴിഞ്ഞാൽ അരമാർക്കാണ്. അപ്പൊ 4 എണ്ണത്തിന് അരമാർക്ക് വീതം 2 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ 2 മാർക്കിന്റെ പാർട്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നോക്കുക. സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന്റെ ക്വാളിറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്നതാണ് 12ാമത്തെ ചോദ്യം. ഏതൊക്കെയാണ്? നിങ്ങൾ കുറേ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞ പേരിൽ കുറേ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നെയിം എനി 2 ക്യാരക്ടറിസ്റ്റിക്സ്, ഏതെങ്കിലും സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പേര് എഴുതുക. അപ്പോൾ എന്തെങ്കിലും 2 പോയിന്റുകൾ ഇല്ലേ, ഇപ്പം കോൾഗേറ്റ്, ഡെറ്റോൾ, ഇതൊക്കെ ബ്രാൻഡ് നെയിമിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നല്ല ബ്രാൻഡ് നെയിമിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ ഏതൊക്കെയാ? ഈസി ടു പ്രൊനൗൺസ്, സിമ്പിൾ, ഈസി ടു പ്രൊനൗൺസ്, ഡിസ്റ്റിങ്റ്റീവ്, അഡാപ്റ്റബിൾ, കേപ്പബിൾ ഓഫ് ബീങ് രജിസ്റ്റേർഡ്, ഷുഡ് ഹാവ് സ്റ്റേയിങ് പവർ. അത് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സിനകത്ത് ഉറച്ചു നിൽക്കണം. അതാണ് ഷുഡ് ഹാവ് സ്റ്റേയിങ് പവർ. അപ്പൊ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി കഴിഞ്ഞാൽ അതിന് 1 മാർക്ക് വീതം, 2 into 1, 2 സ്കോർ. ഓക്കെ, ഇനി 13ാമത്തെ, state the conditions under which a consumer can approach state commission for getting relief for his grievances. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ അതിൽ നിന്നും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ 3-tier റിഡ്രസൽ സിസ്റ്റം. 3-തല പ്രശ്ന പരിഹാര സംവിധാനമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത്. ഈ ത്രിതല റിഡ്രസൽ പ്രശ്നപരിഹാര സിസ്റ്റം പ്രകാരം 3 ഏജൻസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഒരു കസ്റ്റമർക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്.
അപ്പൊ 2 മാർക്കിന്റെ ചോദ്യമാണ്, 2 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് കേസ് കൊടുക്കേണ്ടത് ജില്ലാ ഡിസ്ട്രിക്ട് ഫോറത്തിലാണ്. അവിടെ നിന്ന് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ജില്ലാ ഡിസ്ട്രിക്ട് ഫോറത്തിനെതിരെയുള്ള അപ്പീൽ കേസുകൾ നമുക്ക് എവിടെ ഫയൽ ചെയ്യാം? സ്റ്റേറ്റ് കമ്മീഷനിൽ ഫയൽ ചെയ്യാം. നോക്കുക. അതേപോലെ തന്നെ 13ാമത്തെ, ഇഫ് ദ ക്ലെയിംസ് എമൗണ്ട് ഈസ് അബൌട്ട് 20 lakh ആൻഡ് ബിലോ 1 crore. നമ്മുടെ കേസിന്റെ എമൗണ്ട് 20 ലക്ഷത്തിലധികമാണ്, പക്ഷെ 1 കോടിയിൽ കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കേസുകളും എവിടെ കൊടുക്കാം? സ്റ്റേറ്റ് കമ്മീഷനിൽ കൊടുക്കാം. അപ്പൊ 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാ? ഇപ്പൊ മക്കളെ ഞാൻ ഒന്നാമത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഡിസ്ട്രിക്ട് ഫോറത്തിനകത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 20 ലക്ഷത്തിൽ താഴെയുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ കൊടുക്കാം. 20 ലക്ഷത്തിലധികവും 1 കോടിയുടെ മടയാണ് നമ്മുടെ കേസ് അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് കമ്മീഷനിലാണ് കൊടുക്കേണ്ടത്. ഇനി ഡിസ്ട്രിക്ട് ഫോറത്തിനെതിരെയുള്ള അപ്പീൽ കേസുകൾ നമ്മൾ എവിടെ കൊടുക്കണം? സ്റ്റേറ്റ് കമ്മീഷനിൽ കൊടുക്കണം. ഇനി നാഷണൽ കമ്മീഷൻ ആണെങ്കിൽ 1 കോടിക്ക് മുകളിലുള്ള കേസുകൾ അവിടെ കൊടുക്കാം. കൂടാതെ സ്റ്റേറ്റ് കമ്മീഷന്റെ ഓർഡറിനെതിരായിട്ടുള്ള അപ്പീൽ കേസുകൾ നമുക്ക് അവിടെ എവിടെ കൊടുക്കാം? നാഷണൽ കമ്മീഷനിൽ കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ചോദ്യം 13 കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. മലയാളം വേണ്ടുന്ന കുട്ടികൾ അത് പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 14 to 18. അതൊന്ന് ശ്രദ്ധിക്കണേ. 14 ചോദ്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 14 to 18 ഈച്ച് ക്യാരീസ് 3 സ്കോർ. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെങ്കിലും 4 ചോദ്യം മാത്രം എഴുതുക. സ്റ്റേറ്റ് 14ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എനി 3 സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തത്വങ്ങളുടെ ഏതെങ്കിലും 3 ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് എഴുതുക. ഏതെങ്കിലും 3 ഇമ്പോർട്ടൻസ് എഴുതുക. അപ്പൊ നോക്കാം. 14ാമത്തെ പോയിന്റ് നോക്കുക. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. പ്രൊവൈഡിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി, optimum utilization of resources and effective administration, helps in making scientific decisions, helps in fulfilling social responsibility, meeting changing environment requirement, management training, basis for management training, education and research. Any 3 relevant points. ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതി വെക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇവിടെ കാണാം 14ാമത്തെ പോയിന്റ് ആയിട്ട്. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് എഴുതി വെക്കുക. 3 into 1 3 സ്കോർ. ഒരു പോയിന്റിന് 1 മാർക്ക് വെച്ചിട്ട് 3 മാർക്ക്. ക്ലിയർ? നെക്സ്റ്റ് 15ാമത്തെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ലീഡർഷിപ്പ് ഇതിലാ പഠിച്ച ഡയറക്ടിങ്ങിനകത്ത്. ഡയറക്ടിങ് മീൻസ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിംഗ് എംപ്ലോയീസ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഡയറക്ടിങ്ങിന് 4 എലമെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാ? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്. ഓർമ്മയില്ലേ? അതിനകത്ത് ഏതെങ്കിലും 3 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എഴുതാനാണ്. ഏതൊക്കെയാ ലീഡർഷിപ്പ് സ്റ്റൈൽ വരുന്നത്? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്, ലേസസ് ഫെയർ ലീഡർഷിപ്പ്. വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. ചോദ്യം നോക്കിക്കോ മക്കളെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഓർ അതോറിറ്റേറിയൻ ലീഡർ. ഓട്ടോക്രാറ്റിക് ലീഡറുടെ മീനിങ് എന്താണ്? അയാൾ ഓട്ടോക്രാറ്റിക് ആണ്, ഓർഡേഴ്സ് കൊടുക്കുന്നു, സബോർഡിനേറ്റ്സിന്റെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഓർഡേഴ്സ് മാത്രം കൊടുക്കുന്ന ലീഡേഴ്സ് ആണ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിലാണ് എല്ലാ മെമ്പേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കുന്ന ലീഡേഴ്സ് ആണ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ്. ലേസസ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ലാത്ത ലീഡേഴ്സ് ആണ് ലേസസ് ഫെയർ ലീഡർ. അപ്പൊ അതിന്റെ 1-2 സെന്റൻസിലുള്ള മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുക കൂടെ വേണം. പോയിന്റ്സ് ഓൺലി ഹാഫ് സ്കോർ. ഈ പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ 1.5 മാർക്കേ കിട്ടൂ. വിത്ത് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്കോർ കിട്ടുകയുള്ളൂ. അപ്പൊ 3 into 1 3 സ്കോർ, 3 മാർക്ക്. ക്ലിയർ? നെക്സ്റ്റ് 16ാമത്തെ ചോദ്യം, കമ്പയർ ട്രഷറി ബിൽ ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ, ബോത്ത് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനകത്ത് നിന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിനകത്ത് കുറച്ച് നല്ലോണം പഠിക്കാനുള്ള കാര്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദ്യം 16ാമത്തെ 16th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ട്രഷറി ബില്ലും കൊമേഴ്ഷ്യൽ പേപ്പറും കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പാരിസന് അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ട്രഷറി ബില്ലിന്റെ മീനിങ് എഴുതുക, പിന്നീട് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മീനിങ് എഴുതുക. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 2 ടേബിൾ വരച്ചിട്ട് ഒന്നാമത്തതിൽ ട്രഷറി ബില്ലും 2ാമത്തതിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇങ്ങനെയും എഴുതുക. ഓക്കെ, അപ്പൊ ട്രഷറി ബിൽസിന്റെ മീനിങ് നോക്കാം.
ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്. ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ ഗവൺ. അപ്പൊ 2 ടേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ട്രഷറി ബിൽ എന്ന് എഴുതിയിട്ട് 3 പോയിന്റുകൾ എഴുതുക, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് എഴുതിയിട്ട് 3 പോയിന്റുകൾ എഴുതി വെക്കുക. ട്രഷറി ബില്ല് നമുക്കറിയാം, ഗവൺമെന്റിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ടുകളെ വിളിക്കുന്ന പേരാണ് ട്രഷറി ബില്ലുകൾ എന്ന്, അല്ലേ? കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് വേർത്തി, അതായത് റെപ്യൂട്ടഡ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ക്ലിയർ? അപ്പോൾ ട്രഷറി ബിൽ എന്താ പോയിന്റുകൾ, ഡിഫറൻസിന്റെ പോയിന്റ് ഏതൊക്കെയാ? ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസറി നോട്ട്. മെച്യൂരിറ്റി പീരീഡ് ഈസ് ലെസ് ദാൻ 1 year. 1 വർഷത്തിൽ താഴെയാണ് മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആണ് റെഡീം അറ്റ് പാർ. ഇത് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുക, ഡിസ്കൗണ്ടിലാണ്, റെഡീം ചെയ്യുക, തിരിച്ചു കൊടുക്കുക പാർ വാല്യൂവിലാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ 10,000 രൂപ ഫേസ് വാല്യൂ ഉള്ള ട്രഷറി ബില്ലാണെങ്കിൽ അതൊരു 9,000 രൂപക്ക് ഒരാൾക്ക് വാങ്ങിക്കാം. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന് ബാങ്കിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ കിട്ടും. അതാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണ് റെഡീംഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്? റെപ്യൂട്ടഡ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഈ കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പൊ അതിന്റെ പോയിന്റുകൾ ഇഷ്യൂഡ് ബൈ ക്രെഡിറ്റ് വർത്തി കമ്പനീസ്. മെച്യൂരിറ്റി പീരീഡ് ഇസ് 15 days to 1 year. 15 ദിവസം മുതൽ 1 വർഷം വരെ ആവാം അതിന്റെ മെച്യൂരിറ്റി പീരീഡ്. ഇൻ ദ ഫോം ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് പാർ. ഇതും എന്താണ്? സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് പാർ. ഇനി 3 points, ഏതെങ്കിലും 3 പോയിന്റുകൾ ഫോർ കറക്റ്റ് മീനിങ് ഓഫ് ബോത്ത് ദ ടേം ടു സ്കോർ. കറക്റ്റ് മീനിങ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കൊടുക്കാമെന്ന് ആൻസർ കീയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് 17th ചോദ്യം. സ്റ്റേറ്റ് ഇൻ 3 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ കേസിൽ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി. കൺസ്യൂമേഴ്സിനെ നിയമമൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റേറ്റ് എനി 3 റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഏതെങ്കിലും 3 റെസ്പോൺസിബിലിറ്റി എഴുതുക. ഏതൊക്കെയാണ്? ബി അവെയർ അബൌട്ട് ദ ഗൂഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സാധനങ്ങളും സേവനങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരു നോളജ് ഉണ്ടാവുക. ബൈ ക്വാളിറ്റി ഗുഡ്സ്, ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ്. ലേൺ അബൌട്ട് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട റിസ്ക് മനസ്സിലാക്കുക. റീഡ് ദ ലേബൽ കെയർഫുള്ളി ടു നോ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്. ബി ഹോണസ്റ്റ് ഇൻ ഡീലിംഗ്സ്. ആസ്ക് ഫോർ ക്യാഷ് മെമ്മോ. ബില്ലൊക്കെ ചോദിച്ചു വാങ്ങുക. ഇതൊക്കെയാണ് കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ക്ലിയർ? നെക്സ്റ്റ് 18th ചോദ്യം. എക്സ്പ്ലെയിൻ എനി 3 ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബിസിനസ് എൻവയോൺമെന്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ലാസ്റ്റ് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, അതായത് 1991 പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ കമ്പനികളും നമ്മുടെ രാജ്യത്തിലെ വ്യവസായങ്ങളും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിലെ കമ്പനികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിച്ചു. മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് ആർ വെൽ ഇൻഫോംഡ്, ദേ സ്റ്റാർട്ടഡ് ഡിമാൻഡിങ് മോർ. അല്ലേ? ഇതൊക്കെയാണ് ഇതിന്റെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, നെസസിറ്റി ഫോർ ചേഞ്ച്, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ പോയിന്റ്സ് ഓൺലി ഹാഫ് സ്കോർ മാക്സിമം. അപ്പോൾ എന്താണ്? ഇനി 3 points വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. 18th പറയുന്നത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതെങ്കിലും 3 ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി 6 പോയിന്റ് എഴുതി കഴിഞ്ഞാലും 1.5 മാർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ എന്ന ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നതാണ് ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത പാർട്ട്. ആൻസർ എനി 5 question from 19 to 24. 19 മുതൽ 24 വരെയുള്ളതിൽ നിന്നും എന്താണ് ഏതെങ്കിലും 5 ചോദ്യങ്ങൾ എഴുതുക. ഈച്ച് ക്യാരീസ് 4 score. ഒരു ചോദ്യത്തിന് 4 മാർക്കാണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ഈ ടൈപ്സ് ഓഫ് ട്രെയിനിങ് പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രെയിനിങ് ആണുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നു, ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് എത്തിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ക്ലിയർ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചോദ്യമാണ്. 19th ചോദ്യം. എ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ദിസ് ഈസ് an ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് ആർ ക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം ആൻഡ് എംപ്ലോയീസ് യൂസ് ദ സെയിം മെറ്റീരിയൽ. എന്താ വെസ്റ്റിബ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്.
അതായത് ജോലി സ്ഥലത്ത് വെച്ചിട്ടല്ല കൊടുക്കുന്നത്, ജോലി സ്ഥലത്ത് പുറത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് സെന്ററുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ട്രെയിനിങ് സെന്ററുകളെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ സ്കൂൾസ് എന്ന്. വെസ്റ്റിബ്യൂൾ സ്കൂൾ ഇസ് എ കാരിക്കേച്ചർ ഓഫ് ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ദിസ് ഈസ് യൂഷ്വലി ഡൺ വെൻ എംപ്ലോയീസ് ആർ റിക്വയർഡ് ടു ഹാൻഡിൽ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി. അതായത് റിസ്ക് പിടിച്ച മെഷീനൊക്കെയാണ് എംപ്ലോയീസ് ഹാൻഡിൽ ചെയ്യേണ്ടതെങ്കിൽ ഒരിക്കലും ഫാക്ടറിക്കകത്ത് വെച്ച് ഡയറക്റ്റ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. ഒരു ട്രെയിനിങ് സെന്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. നെക്സ്റ്റ് 19 ബി അപ്രന്റീഷിപ്പ് ട്രെയിനിങ്. അപ്രന്റീഷിപ്പ് പ്രോഗ്രാംസ് ആർ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഇതെന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ദാറ്റ് ഹിയർ ദ ട്രെയിനീസ് ആർ പുട്ട് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ വർക്കർ. ഇവിടെ ട്രെയിനികളെ എന്ത് ചെയ്യുന്നു? ഒരു മാസ്റ്റർ വർക്കറുടെ കീഴിൽ ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്നു. ദീസ് ആർ ഡിസൈൻഡ് ടു അക്വയർ ഹയർ ലെവൽ ഓഫ് സ്കിൽ. എന്താണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പിന്നെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കും അവർക്കൊക്കെ സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് യൂസ് ചെയ്യുന്നത്. ദ ട്രെയിനി സ്പെൻഡ് എ പ്രിസ്ക്രൈബ്ഡ് ടൈം വർക്ക് ഫോർ ആൻ എക്സ്പീരിയൻസ് അണ്ടർ എൻ എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ. ട്രെയിനീസ് എന്ത് ചെയ്യുന്നു? സാധാരണ ജോലിക്കാരെ പോലെ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് അവരുടെ അണ്ടറിൽ ജോലി ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ്. അപ്പോൾ പ്രോപ്പർ മീനിങ് ഓഫ് ദ ടേം ഹാസ് ടു ബി ഗിവൻ ഫുൾ സ്കോർ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആൻഡ് എക്സ്പ്ലെയിൻ അപ്രന്റീഷിപ്പ് ട്രെയിനിങ്. അതാണ് ചോദ്യം. ക്ലിയർ. നെക്സ്റ്റ് 20. ദിസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ആസ് പെർ പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻസ്. ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഉറപ്പാക്കി തരുന്നു നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ കാര്യങ്ങൾ നടന്നു എന്ന് ഉറപ്പാക്കി തരുന്നു. ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ. മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാ? കൺട്രോളിംഗ് ആണ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫസ്റ്റ് 3 സ്റ്റെപ്സ്. എക്സ്പ്ലെയിൻ ഓൾ സ്റ്റെപ്സ് അല്ല, ഫസ്റ്റ് 3 സ്റ്റെപ്സ് ആണ്. അപ്പം ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ കൺട്രോളിംഗ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക്. ആദ്യത്തെ 3 സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ 3 മാർക്ക്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റ് എഴുതിയാൽ പോരാ, ആൻസർക്ക് നോക്കുക. കൺട്രോളിംഗ് എന്ന് ഇതാണ് നോക്കിയോ. കൺട്രോളിംഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ഇതാണ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്. പോയിന്റ്സ് ഓൺലി ഹാഫ് സ്കോർ ഈച്ച്, മാക്സിമം 1.5. അപ്പോൾ ഇതിൽ 4 മാർക്ക് കിട്ടണമെങ്കിൽ ഈ 3 പോയിന്റുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ 1.5 2.5 മാർക്ക് കിട്ടും. 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ എ കൺട്രോളിംഗ് കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പം എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം എന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. സംരംഭകത്തിന്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, ഫീച്ചേഴ്സ് എഴുതുക. എക്സാമിന് വളരെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് ഓൺട്രപ്രണർഷിപ്പ്. അതിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇതാ. കുറെ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്, ലോഫുൾ ആൻഡ് പെർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്, ഇന്നവേഷൻ ആവശ്യമാണ്, ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, റിസ്ക് ബിയറിംഗ്. എനി 2 പോയിന്റ്സ് വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ. ഏതെങ്കിലും 2 പോയിന്റ് എക്സ്പ്ലനേഷനോട് കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക്. അപ്പൊ എന്താ 21ാമത്തെ ചോദ്യം? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2 ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നതാണ്. അപ്പൊ ഇതിനകത്ത് വെച്ചിട്ട് ഏതെങ്കിലും 2 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ. ഓക്കെ, അടുത്ത ചോദ്യം 22 ആണ്. അണ്ടർ ദിസ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 1 വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ 8 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. ഐഡന്റിഫൈ ദ ടെക്നിക്. ഷോ ദിസ് ടെക്നിക് ഇൻ എ ഡയഗ്രാം. ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കിൽ ഒരു വർക്കറെ 8 ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നു. ഏതാണ് ടെക്നിക്ക്? എന്താ അതിന്റെ പേര്? ഇറ്റ്സ് നെയിം ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. കൂടാതെ അതിന്റെ ഡയഗ്രം കൂടി വരച്ചു വെക്കുക. 22ാമത്തെ ചോദ്യം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, ഡയഗ്രത്തിന് 3 മാർക്ക്. ഇങ്ങനെയാണ് 4 മാർക്ക് വരുന്നത്. ക്ലിയർ. നെക്സ്റ്റ് 23. സ്റ്റേറ്റ് എനി 4 റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെബിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ഷെയർ ഡീലിംഗ്സ്, ഡിബഞ്ചറിന്റെ, അതായത് കമ്പനികളുടെ ക്യാപിറ്റൽ റേസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഷെയർ, ഡിബഞ്ചർ പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും പ്രൈമറി മാർക്കറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഏജൻസിയാണ് സെബി. ഓക്കെ, സെബി ഈസ് നോൺ ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ മൂലധന വിപണിയുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് സെബിയാണ്. നമുക്കറിയുന്ന കാര്യമാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ ഏതെങ്കിലും 4 റെഗുലേറ്ററി ഫംഗ്ഷൻസ് എഴുതുക എന്നതാണ് ചോദ്യം. ക്ലിയർ. സ്റ്റേറ്റ് എനി 4 റെഗുലേറ്ററി ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് 23ാമത്തെ, രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ്,
ഷെയർ ബ്രോക്കേഴ്സിനൊക്കെ രജിസ്ട്രേഷൻ കൊടുക്കുക, രജിസ്ട്രേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കൊക്കെ പെർമിഷൻ കൊടുക്കുക, റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ച് അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് മെർച്ചന്റ് ബാങ്കേഴ്സ്, regulation of takeover bid by companies, calling for information by undertaking inspection, conducting inquiry and audit of stock exchanges and intermediaries, levying fees and other charges for carrying out the purposes of act. അപ്പോൾ ഇങ്ങനെ പെർഫോമിംഗ് ആൻഡ് എക്സസൈസിങ് സച്ച് പവേഴ്സ് അണ്ടർ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ്, എനി 4 പോയിന്റ്സ് ആണ്, വിത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ എന്താണ് 23ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എനി 4 റെഗുലേറ്ററി ഫംഗ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ ഫംഗ്ഷൻസ് 2 ആണ്. ഏതൊക്കെയാ? റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെഗുലേറ്റിംഗ്, കൺട്രോളിംഗ് സംതിങ്. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യയിൽ മൂലധന വിപണിയുടെ വികസനം ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളെ കൺട്രോൾ ചെയ്യാനാണ് റെഗുലേറ്ററി ഫംഗ്ഷൻ. അപ്പൊ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ കോമ്പണന്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാ? ഷെയർ ബ്രോക്കേഴ്സ്, കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇവരൊക്കെ കൺട്രോൾ ചെയ്യുക, ഇവർക്കൊക്കെ രജിസ്ട്രേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് സെബി ചെയ്യുന്ന റെഗുലേറ്ററി ഫംഗ്ഷൻസ്. അതുപോലെ ഓഡിറ്റ് ചെയ്യുക, ഇതൊക്കെ സെബിയുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ? നെക്സ്റ്റ് 24, സ്റ്റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതുക. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. മാർക്കറ്റിംഗ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കുറെ മാർക്കിന്റെ ചോദ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 4 ഡിഫറൻസ്. മാർക്കറ്റിംഗ് ഈസ് എ വൈഡർ ടേം, സെല്ലിംഗ് ഈസ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിനകത്ത് എംഫസിസ് ഫോർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് എംഫസിസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ, ഓണർഷിപ്പ് എക്സ്ചേഞ്ച് മാത്രമാണ് സെല്ലിംഗ്. പ്രോഫിറ്റ് ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ മാർക്കറ്റിംഗ്, പ്രോഫിറ്റ് ത്രൂ ഇൻക്രീസ്ഡ് സെയിൽസ് ഇൻ സെല്ലിംഗ്. മാർക്കറ്റിംഗിൽ എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടി ലാഭം ഉണ്ടാക്കുക. സെല്ലിങ്ങിനകത്ത് വിൽപ്പന വർദ്ധിപ്പിച്ചിട്ട് ലാഭം ഉണ്ടാക്കുക. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂ ആഫ്റ്റർ ദ സെയിൽസ്. പ്രൊഡക്ഷന് മുമ്പേ ആരംഭിക്കുന്നതും വിൽപ്പനയ്ക്ക് ശേഷം തുടരുന്നതുമാണ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ പ്രൊഡക്ഷൻ ഇമ്മീഡിയറ്റ്ലി വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആരംഭിക്കുകയും വിറ്റ് കഴിഞ്ഞ ഉടനെ തീരുകയും ചെയ്യുന്നതാണ് സെല്ലിംഗ്. എനി സ്ട്രാറ്റജീസ് 4 P's ആണ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. ഇവിടെയുള്ള പോളിസി കവേറ്റ് വെണ്ടർ ആണ്, ഇവിടെയുള്ള പോളിസി കവേറ്റ് ടെംപ്റ്റർ ആണ്. എനി 4 റെലവെന്റ് പോയിന്റ്സ്. 24ന് ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതി വെക്കുക. മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതി വെക്കുക. നെക്സ്റ്റ് അടുത്ത ഭാഗം, ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 25 to 28. 25 മുതൽ 28 വരെ ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈച്ച് ക്യാരി 5 സ്കോർ. 5 മാർക്കിന്റെ ചോദ്യമാണ്. ക്ലിയർ? 25 നോക്കുക. മിസ്റ്റർ ജോജോ ഈസ് വർക്കിംഗ് ആസ് എ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് എ ജോൺ സ്റ്റോ കമ്പനി. Mr. Jojo is working as a production manager of a John Stow company. Identify the level he belongs to. State any 4 functions performed by him. Mr. Jojo എന്ന് പറയുന്ന ഒരാള് ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. അപ്പോൾ 5 മാർക്കാണെങ്കിൽ ഇതിന് ഐഡന്റിഫൈ ദ ലെവൽ, അദ്ദേഹം ഏത് ലെവലിലാണ് വരിക? ഒന്ന് ഓർത്തു നോക്കിയ മക്കളെ, 3 ലെവൽസ് അല്ലേ ഉള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജനറൽ മാനേജർ, ഇവരൊക്കെയാണ് ടോപ്പ് ലെവലിൽ വരിക. മിഡിൽ ലെവലിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, എക്സെട്ര. ഇതിന്റെയൊക്കെ ഹെഡുകളാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരിക. അപ്പം ജോജോ ഏത് മാനേജറാണ്? പ്രൊഡക്ഷൻ മാനേജറാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അപ്പൊ ജോജോ വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. ക്ലിയർ? അത് എഴുതി കഴിഞ്ഞാൽ മിഡിൽ ലെവൽ. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഓൾ മാനേജേഴ്സ് എക്സെപ്റ്റ് ജനറൽ മാനേജർ കംസ് അണ്ടർ മിഡിൽ ലെവൽ. ജനറൽ മാനേജർ ഒഴികെയുള്ള വേറെ എന്ത് മാനേജർ വന്നു കഴിഞ്ഞാലും അവർ മിഡിൽ ലെവലാണ്. ക്ലിയർ? അപ്പോൾ മിഡിൽ ലെവൽ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ഇനി 4 ഫംഗ്ഷൻസ് എഴുതുക. 4 ഫംഗ്ഷൻ. സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എഴുതിയാൽ മാത്രം മതി. സ്റ്റേറ്റ് എനി 4 ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ഹിം. അപ്പോൾ 25 നോക്കുക. മിഡിൽ ലെവൽ മാനേജർ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്.
ഏതെങ്കിലും 4 ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ച, നിങ്ങൾ ഇതന്നെ ആയിരിക്കണം എന്നില്ല പോയിന്റ്, ടീച്ചർ പഠിപ്പിച്ചെന്ന ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതി വെക്കുക, 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ. നെക്സ്റ്റ് 26. This management function seeks to bridge the gap between where we are and where we want to go. Identify the management function. Explain any 4 importance of that function. എന്താണ് പ്ലാനിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് പ്ലാനിങ്ങിന്റെ മീനിങ്. എല്ലാവരും ഉറക്കത്തിൽ പോലും പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ഹു ഷാൽ ഡു ഇറ്റ്, ഹൗ ടു ഡു ഇറ്റ്, എക്സെട്ര. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മാഷ് വേറൊന്നും കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. പ്ലാനിങ് ഹെൽപ്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെ ഉണ്ടോ, നമുക്ക് എവിടത്തേക്ക് പോകണോ, അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. അപ്പോൾ ദിസ് വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഉത്തരം പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ബി വന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ എനി 4 ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അത് പ്ലാനിങ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ ഏതെങ്കിലും 4 പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഇല്ലേ. പ്ലാനിങ് ഹെൽപ്സ് ടു റിഡ്യൂസ് അൺസർട്ടനിറ്റി, പ്ലാനിങ് ഇൻക്രീസസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 26 നോക്കുക, പ്ലാനിങ് ആണ്. പ്ലാനിങ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ബിറ്റ്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഈ ചോദ്യത്തിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 26 മലയാളം ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നോട് അകലം കുറിക്കുന്ന മാനേജ്മെന്റ് ധർമ്മമാണ്. ഈ ധർമ്മത്തിന്റെ ഏതെങ്കിലും 4 വിവരങ്ങൾ പ്രാധാന്യം എഴുതുക. 26. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ആൻസറിനും മാർക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിന്റെ ഏതെങ്കിലും 4 പോയിന്റുകൾ, എനി 4 പോയിന്റ്സ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. അതെന്താ പറഞ്ഞ ഈ എക്സ്പ്ലെയിൻ എന്ന് വന്നിട്ടുണ്ട്, ഇതിൽ എക്സ്പ്ലെയിൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 4 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതെങ്കിലും 4 ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിൽ ഏതെങ്കിലും 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ്. This management function begins with workforce planning and putting people to job. ഒക്കെ ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻസിന്റെ ബേസിൽ കുറെ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്നിട്ടില്ലേ, ഒന്നാമത്തെ ചാപ്റ്റർ. This management function begin with workforce planning and putting people to job. Name the management function. എന്താണ്? എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടത് സ്റ്റാഫിംഗ് ആണ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫസ്റ്റ് 4 സ്റ്റെപ്പ്. ഇതിന്റെ അപ്പോൾ ഈ സ്റ്റാഫിംഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. അതിന്റെ ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. 27. ഓക്കെ, അപ്പോ സ്റ്റാഫിംഗ് 1 സ്കോർ. അതിന്റെ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? സ്റ്റാഫിംഗിന്റെ 4 സ്റ്റെപ്പുകൾ. ആദ്യത്തത് എസ്റ്റിമേറ്റ്, മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. ഈ 4 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എക്സ്പ്ലനേഷൻ. സ്കോർ പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് കിട്ടൂ. 1 മാർക്ക് വീതം കിട്ടണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുക. ക്ലിയർ. നെക്സ്റ്റ് 28. സ്റ്റാർ ലിമിറ്റഡ് പ്രൊഡ്യൂസസ് 3 ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് സച്ച് ആസ് കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ് ആൻഡ് മെഡിസിൻസ്. സജസ്റ്റ്. ഇത് ശരിക്കും ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ബേസിൽ തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല, പറയും ഇത്. ഓക്കെ, 28. എന്താണ്? സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കോസ്മെറ്റിക്സും ഗാർമെന്റ്സും മെഡിസിനും ഉണ്ടാക്കുന്നു. ഈ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുക എന്നതാണ് പറഞ്ഞത്. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ 2 തരത്തിലാണുള്ളത്, ഓർമ്മയില്ലേ? ഏതൊക്കെയാ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഏതൊക്കെയാ? ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ആക്കുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനെയും ഒരു സെഗ്മെന്റ് ആക്കി മാറ്റുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. ഇവിടെ എന്താണ്? ഈ കമ്പനി കോസ്മെറ്റിക്സിന് ഒരു സെഗ്മെന്റ്, ഗാർമെന്റ്സിന് മറ്റൊരു സെഗ്മെന്റ്, മെഡിസിന് മറ്റൊരു സെഗ്മെന്റ്. അപ്പൊ ഈ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന്റെ അങ്ങനെ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ഡയഗ്രാം. ഇതിന് ഏറ്റവും മുകളിൽ ചെയർമാൻ, അതിന്റെ ബോക്സ് വരയ്ക്കുക. ഒന്നാമത്തത് എന്താണ്? നമ്മുടെ കോസ്മെറ്റിക്സ് ആണ്. രണ്ടാമത്തത് ഗാർമെന്റ്സ് ആണ്. മൂന്നാമത്തത് മെഡിസിൻസ് ആണ്. അതിന്റെ അണ്ടറിൽ ഓരോന്നിന്റെ അണ്ടറിലും പ്രൊഡക്ഷൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടീച്ചർ വരച്ചാൽ നോട്ടിൽ ഡയഗ്രാം കൂടെ വരച്ചു വെക്കുക. സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ്. ഇതിന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജുകൾ എഴുതുക. ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ, ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ്, ഇറ്റ് പ്രൊമോട്ട് ഫ്ലെക്സിബിലിറ്റി. ഇതൊക്കെ അവിടെ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും 2 അഡ്വാൻറ്റേജുകൾ മാത്രം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് പോയിന്റ്സ് ഓൺലിയാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ.
നെക്സ്റ്റ് 29 ആൻസർ എസ് എ ക്വസ്റ്റൻ ആണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻ ഫ്രം 29 to 21, 29 മുതൽ 31 വരെ ഉള്ളതിൽ നിന്നും ഏതെങ്കിലും 2 ചോദ്യങ്ങൾ എഴുതുക. ഈച്ച് ക്യാരി 8 സ്കോർ, 8 മാർക്കാണ്. ഓക്കെ, 29 നോക്കുക. വൺ ഓഫ് ദ ഫൈനാൻഷ്യൽ ഡിസിഷൻ റിലേറ്റ്സ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. ഐഡന്റിഫൈ ദ ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ. ബി, എക്സ്പ്ലെയിൻ എനി 7 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ഡിസിഷൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫൈനാൻസിങ് ഡിസിഷൻ, ഒരു കമ്പനിയിലുള്ള ഫൈനാൻസിങ് ഡിസിഷൻ. ഫൈനാൻസിങ് ഡിസിഷൻ മീൻസ് 3 ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഏരിയാസ് ഓഫ് എ ഫൈനാൻസ് മാനേജർ. ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 പ്രധാനപ്പെട്ട മേഖലകളെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന്. 3 ഡിസിഷൻസ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ ആണ് ഇവിടെ വരുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ലാഭത്തിൽ നിന്നും എത്ര ഡിവിഡൻഡ് കൊടുക്കണം, എത്ര റിസർവ് ആയിട്ട് വെക്കണം എന്ന് തീരുമാനിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന്. അപ്പൊ ഇവിടെ എ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് എഴുതുക. അതിനൊരു മാർക്ക്. എക്സ്പ്ലെയിൻ എനി 7 ഫാക്ടേഴ്സ്. അതിനെ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 7 ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഓരോ പോയിന്റിനും ഓരോ മാർക്ക് വെച്ചിട്ട് 7 മാർക്ക്, അങ്ങനെ ടോട്ടൽ മാർക്ക്. അപ്പൊ ഏതൊക്കെയാണ് അപ്പൊ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. അതിന്റെ പോയിന്റ്സ് നോക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ, amount of earning, stability of earning, stability of dividend, growth opportunity, cash flow position, shareholders preference, taxation policy, ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഏതെങ്കിലും 7 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. 7 points with brief explanation. Points only half score. പോയിന്റ് മാത്രം നിങ്ങൾ 10 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5 മാർക്കേ കിട്ടൂ. 7 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ചോദ്യം വായിക്കണം. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 30ാമത്തെ ചോദ്യം. Sun Limited offer share to its employees at a price which is lower than market price. Sun Limited എന്ത് ചെയ്യുന്നു? അതിന്റെ ജോലിക്കാർക്ക് ആ കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഓഫർ ചെയ്യുന്നു. Identify the type of incentive offered to the employees. Name the incentive. Explain any 4 similar type of incentives. അപ്പൊ സ്റ്റാർ ലിമിറ്റഡ് അതിലെ ജോലിക്കാർക്ക് ആ കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഓഫർ ചെയ്യുന്നു. ഇത് ഏത് ടൈപ്പ് ഇൻസെന്റീവ് ആണ്? ഇതിന്റെ പേരെന്താണ്? ഇതുപോലുള്ള 4 എക്സ്പ്ലെയിൻ ചെയ്യുക. 30ാമത്തെ നോക്കുക. ഇതിന്റെ പേര് ഫൈനാൻഷ്യൽ ഓർ മോണിറ്ററി ഇൻസെന്റീവ് എന്നാണ്. ഇതിന്റെ പേരെന്താണ്? ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്. അപ്പൊ ഇൻസെന്റീവ് ഓർമ്മയില്ലേ? ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ഇൻസെന്റീവ്സ് എന്ന് വിളിക്കാം. അത് 2 തരത്തിലാണുള്ളത്. ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്, നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്. ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പണമോ അല്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിലോ ഉള്ള ഇൻസെന്റീവുകളാണ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്. ഇവിടെ അപ്പൊ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. നെയിം, ഇതിന്റെ പേര് എഴുതുക. ഇങ്ങനെ കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അപ്പൊ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും 4 എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ വരുന്ന പേ ആൻഡ് അലവൻസ്, ശമ്പളം, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, പെർക്യൂസിറ്റ്സ്, ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം എനി 4 പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ എന്താണ്? 1 പോയിന്റിന് 1.5 മാർക്ക് വെച്ചിട്ട് 6 മാർക്ക് ഇതിന് കിട്ടും. ഈ 2 പോയിന്റുകൾക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് ഓരോ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് 8 മാർക്ക് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 31. It is an impersonal form of communication which is paid for by the marketer to promote some goods and services. Name the promotional tool mentioned here. Explain its 4 merits and 3 limitations. അപ്പോൾ അതിന്റെ മലയാളം ഒന്ന് വായിച്ചു നോക്കിക്കോ. മലയാളത്തിലായിരിക്കും മിക്കവാറും കുട്ടികൾ ഉണ്ടാവുക. ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിപണനം നടത്തുന്നയാൾ പണം നൽകി വഹിക്കുന്ന വ്യക്തിപരമല്ലാത്ത ആശയവിനിമയമാണ്. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് അഡ്വർടൈസ്മെന്റ്, പരസ്യം. 1 മാർക്ക്. ഈ വിൽപ്പന, അതായത് ഈ സെയിൽസ് പ്രൊമോഷൻ ടൂളിന്റെ ഏതെങ്കിലും 4 മേന്മകളും 3 പോരായ്മകളും എഴുതുക. ഇതിന്റെ 4 ബെനിഫിറ്റും 3 ഡീമെറിറ്റ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെറിറ്റ്സ് എന്താണ്? മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് കുറെ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതുക. എനി 4 സ്യൂട്ടബിൾ മെറിറ്റ്, എനി 3 ലിമിറ്റേഷൻ. 4 സ്യൂട്ടബിൾ കഴിഞ്ഞാൽ 1 പോയിന്റിന് 1 മാർക്ക് വെച്ചിട്ട് 4 മാർക്ക്.
3 ഡീമെറിറ്റ് എഴുതി കഴിഞ്ഞാൽ 1 പോയിന്റിന് 1 മാർക്ക് വെച്ചിട്ട് 3 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത്, അപ്പോൾ 2019 മാർച്ചിലെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ 2 മണിക്കൂറൊക്കെ നീണ്ടു പോകും. അപ്പോൾ എങ്ങനെ പരീക്ഷ എഴുതണം, ആൻസർ കീ എന്താണ് എന്നൊരു ബോധം നിങ്ങൾക്ക്, ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വിജയം ഞാൻ ആശംസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി.